കളക്ടർ അനുകുമാരി മുതിർന്ന അംഗം KJ ക്ലീറ്റസിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട KR ക്ലീറ്റസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും തുടർന്ന് ക്ലീറ്റസ് മറ്റു അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു UDF കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ. അഡ്വക്കേറ്റ് KH ശബരിനാഥൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായുള്ള വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ. ശരണം വിളിച്ചാണ് തിരുവനന്തപുരം കുന്നുകുഴി വാർഡിൽ നിന്നും വിജയിച്ച കൗൺസിലർ മേരി പുഷ്പം സത്യപ്രതിജ്ഞ ചെയ്തത്. BJP മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന കരമന അജിത് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന UDF കൗൺസിലറുടെ കാൽ തൊട്ട് വന്ദിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സംസ്കൃതത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. തിരുവനന്തപുരം മഹാനഗരപാലികായാः സദസ്യത്വേന നിർവാചിതാः കരമന അജിത് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന VV രാജേഷ്, MR ഗോപൻ, R ശ്രീലക എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വര നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ കേരളം ഒന്നാകെ ചർച്ച ചെയ്ത മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷും ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായ വഞ്ചൂർ ബാബു, SP ദീപക്, അഡ്വക്കേറ്റ് രാഗി രവികുമാറും സത്യപ്രതിജ്ഞ ചെയ്തു. വൈഷ്ണവ് സുരേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ഈശ്വര പ്രതിജ്ഞ ചെയ്യുന്നു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യയുടെ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം BJP പ്രവർത്തകർ കൗൺസിൽ ഹാളിൽ RSS ഗണഗീതം പാടി. ആദ്യ കൗൺസിൽ യോഗത്തിനു മുമ്പാണ് BJP പ്രവർത്തകർ ഗണഗീതം പാടിയത്. വികസിത അനന്തപുരിയാണ് BJPയുടെ ലക്ഷ്യമെന്നും ഇതിനായുള്ള ശ്രമങ്ങൾ തുടങ്ങിയെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മേയർ സ്ഥാനാർത്ഥി ആരാകണമെന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 26-ന് മേയറെ പ്രഖ്യാപിക്കും. ഞാൻ പറഞ്ഞ പോലെ 5 കൊല്ലം ഞങ്ങൾക്ക് ഭരിക്കാൻ അവസരം തന്നു ജനങ്ങൾ. ഞങ്ങൾ മാറ്റും. ഇവിടെ വികസനം കൊണ്ടുവരും. മാലിന്യമാണോ തെരുവുനായ ശല്യമാണോ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരും എന്ന് ഞാൻ ഇന്ന് ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നഗരത്തിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ എന്താണ് 5 കൊല്ലം ചെയ്യേണ്ടത്, ആ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കി ആ പ്ലാനിന് പ്രഖ്യാപിക്കാനും അതിനെ അനൗൺസ് ചെയ്യാൻ പ്രധാനമന്ത്രിജിയെ ഞങ്ങൾ വിളിക്കും. അദ്ദേഹം ഇവിടെ വന്ന് അത് പ്രഖ്യാപിക്കുന്നതാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.